Hello everyone, welcome to the session 4 of previous year question discussion. English usage എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. റീഡ് ഈച്ച് സെൻറ്റൻസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് എനി ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. The error, if any, will be in one part of the sentence. The letter of that part is the answer. If there is no error, the answer is no error. Ignore the errors of punctuation if any. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ്, ഒരു സെൻറ്റൻസിനെ മുറിച്ച് തന്നിരിക്കുവാണ്. ആൻഡ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പോർഷനിൽ അല്ലെങ്കിൽ ഈ 3 പോർഷനിൽ എവിടെയാണ് എറർ എന്ന് കണ്ടുപിടിക്കുക. പഞ്ച്വേഷനിലെ എറേഴ്സ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഏത് പാർട്ടാണോ എറർ അതായിരിക്കും നമ്മുടെ ഓപ്ഷൻ, ആൻസർ ഓപ്ഷൻ വരുന്നത്. എറർ ഒന്നും ഇല്ല എങ്കിൽ നോ എറേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. When I were a newspaper journalist, I always relied on the news editor and the subs to put things right. Okay. So when I were a newspaper journalist, I always relied on the news editor and the subs to put things right. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് ഉണ്ട്. നോക്കിക്കേ, when I were അല്ല, when I was. When I was a newspaper journalist എന്നേ വരത്തുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. എറർ ഉണ്ട്, ഓപ്ഷൻ എ ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, this question was taken from IPMAT Rotek sample paper 2020. Right, moving on. Same pattern la adutha question aanu. I could count on one hand the things I know about my friend. I could count on one hand the things I know about my friend. Sentence കേൾക്കുമ്പം ഓക്കെ ആണെന്ന് തോന്നും, but it's not okay because I could വരുമ്പോൾ ഇവിടെയും past tense ആയിരിക്കണം. It should be knew. I knew about my friend എന്ന് വേണം വരാൻ. So option C is the answer. I knew about my friend എന്ന് വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, this question was also taken from IPMAT Rotek sample paper 2020. Moving on, statement. The average family income in the metros has increased today as compared to earlier, as in most families these days husbands and wives both are working. Which of the following inferences cannot be drawn from the above statement? അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റാത്തത് ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഏതാണ് എന്നാണ് ചോദ്യം. നോക്കാം. Wives earn more than their husbands today. It was less prevalent for the spouse to work earlier than today. The family income level was lower a few years ago. More husbands and wives are working today as compared to last few years. അപ്പോൾ നമുക്ക് നോക്കാം. The average family income in metros has increased today. ആവറേജ് ഫാമിലി ഇൻകം കൂടി എന്നാണ് പറയുന്നത് ആസ് കമ്പയർഡ് ടു ഏർലിയർ. അപ്പോൾ ദാറ്റ് ഗീവ്സ് യു അല്ലെങ്കിൽ ദാറ്റ് മേക്സ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ സംഭവം നമുക്ക് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഫാമിലി ഇൻകം ലെവൽ ലോവർ ആയിരുന്നു, ഇപ്പം ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി ഇൻഫേർഡ്. ദെൻ ഇൻ മോസ്റ്റ് ഫാമിലീസ് ദീസ് ഡേയ്സ് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ് ബോത്ത് ആർ വർക്കിംഗ്. ഇപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് ലെസ് പ്രിവലൻ്റ് എന്നുള്ളത് ഇൻഫർ ചെയ്യാൻ പറ്റും. പണ്ട് സ്പൗസ് വർക്ക് ചെയ്യുന്നത് ലെസ് പ്രിവലൻ്റ് ആയിരുന്നു. ദെൻ മോർ ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ് ആർ വർക്കിംഗ് ടുഡേ ആസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഇത് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും ബിക്കോസ് മോസ്റ്റ് ഫാമിലീസ് ദീസ് ഡേയ്സ് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ് ബോത്ത് ആർ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ പറഞ്ഞിട്ടില്ലാത്തത് ഇതാണ്, വൈഫ്സ് ഏൺ മോർ ദാൻ ദ ഹസ്ബൻഡ്സ് ടുഡേ ഇസ് നോട്ട് മെൻഷൻഡ്. ദാറ്റ് കനോട്ട് ബി ഇൻഫേർഡ്. അപ്പോൾ ഇതാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ദിസ് വാസ് ടേക്കൺ ഫ്രം IPMAT Rotek sample paper 2020. Moving on, question number 4. Given below, a part of the sentence is italicized and underlined. Below are given alternatives to the italicized part which may improve the sentence. Choose the correct alternative. In case no improvement is needed, option D is the answer. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു പാർട്ട് അണ്ടർലൈൻ ചെയ്തോ ഇറ്റാലിസൈസ് ചെയ്തോ ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ താഴത്തെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്, സെൻറ്റൻസിനെ കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട്. നന്നാക്കണ്ട എന്നുണ്ടെങ്കിൽ നോ ഇംപ്രൂവ്മെൻ്റ് എന്ന് കൊടുക്കാം, അല്ല ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ചൂസ് ദാറ്റ്. ദർ ഇസ് നോ മോർ റൂം ഫോർ യു ഇൻ ദിസ് കമ്പാർട്ട്മെൻറ്റ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദർ ഇസ് നോ more seat, there is no more space, there is no more accommodation. There is no more room എന്ന് പറയുന്നത് is same as seat, space and accommodation. കുറച്ചുകൂടെ നല്ല ടേം എന്ന് പറയുന്ന റൂം തന്നെയാണ്. അതുകൊണ്ട് there is no need for any improvement. Okay, so this is the answer, no improvement. There is no more room for you in this compartment is fine.
ഓക്കെ, ഇത് IPMAT റോടെക് സാമ്പിൾ പേപ്പർ 2020 നിന്ന് എടുത്തിട്ടുള്ളതാണ്. മൂവിങ് ഓൺ, സെയിം ടൈപ്പിൽ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഹി വുഡ് ഹാവ് ട്രൈഡ് ഹി വുഡ് ഹാവ് സക്സീഡഡ്. ഇഫ് ഹി വുഡ് ഹാവ് ട്രൈഡ് ഹി വുഡ് ഹാവ് സക്സീഡഡ്. ഇത് റോങ് യൂസേജ് ആണ്. കാരണം വുഡ് വരുന്നത് മെയിൻ ക്ലോസിൽ മാത്രമാണ്. സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വരേണ്ടതാണ്. സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വുഡ് യൂസ് ചെയ്യാൻ പറ്റൂല. ആൻഡ് പാസ്റ്റ് ടെൻസ് വരേണ്ട, ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസിൽ എപ്പോഴും ഒരു പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. ഇതാണ് മെയിൻ ക്ലോസ്. ഓക്കെ, മെയിൻ ക്ലോസ് ആണിത്. ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസിൽ ഒരിക്കലും പിന്നെ വുഡ് വരാൻ പാടില്ല. പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. ആൻഡ് പാസ്റ്റ് ടെൻസ് വരുന്ന ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നോക്കിയേ. ഇസ് ട്രൈഡ്, വാസ് ട്രൈഡ്, ഹാഡ് ട്രൈഡ്. ഇഫ് ഹി is tried, no. Was tried, no. It's actually had tried. If he had tried. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി is the answer. Okay, മനസ്സിലായോ? Right. This is also taken from IPMAT റോടെക് sample paper 2020. Moving on. Question number 6. A word has been used in sentences in 3 different ways. Choose the option corresponding to the sentence in which the usage of the word is correct or appropriate. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഫ്ലേറ്റ് എന്ന് പറഞ്ഞ വാക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ നോക്കി കണ്ടുപിടിക്കുക. കറക്റ്റായിട്ട്. മുന്നേ ഇൻകറക്റ്റ് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് യൂസേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓർ അപ്രോപ്രിയേറ്റ്. അതിനു മുന്നേ ആദ്യം നമുക്ക് കോൺഫ്ലേറ്റിൻ്റെ മീനിങ് എന്താണെന്ന് അറിയണം. കോൺഫ്ലേറ്റിൻ്റെ മീനിങ് എന്താണ്? കോൺഫ്ലേറ്റ് മീൻസ് കമ്പൈനിങ് ടു എൻറ്റിറ്റീസ്. കമ്പൈനിങ് two entities. ഇനി നമുക്ക് സെൻറ്റൻസ് വായിച്ചു നോക്കാം. I was able to conflate the two processes into one, blending it down into a solid formula. ഓക്കെ ആണ്, കാരണം കമ്പൈനിങ് ആണ്, ബ്ലെൻഡിങ് ഒക്കെ പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ഓക്കെ. The bag is divided into conflate compartments. ഇവിടെ ഡിവൈഡഡ് ആണ് വന്നിരിക്കുന്നത്. അതും കോൺഫ്ലേറ്റും തമ്മിൽ യോജിച്ച് പോകില്ല. സോ ദിസ് ഇസ് റോങ്. Then the dogs started to snarl at each other, so I had to conflate them. So snarling is equivalent to fighting. Fighting തുടങ്ങാൻ പോവാണ്. അങ്ങനെയുള്ള സമയത്ത് you cannot conflate them, you have to separate them. So this is also wrong. ഇപ്പോൾ കോൺഫ്ലേറ്റിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് 1ൽ മാത്രമാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Only 1, only 2, only 3, both 1 and 2. It's only 1. Option A is the answer. This question was taken from IPMAT റോടെക് sample paper 2020. Moving on, next question. സെയിം പാറ്റേണിലെ ക്വസ്റ്റ്യൻ ആണ്. റെയർ എന്നുള്ള വാക്ക്. റെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വെരി അൺകോമൺ. നോക്കാം. The coin was a rare edition and was not found in many collections around the world. Okay ആണ്, rare edition. Correct. Diagnosed with a rare form of bone cancer, the patient's doctors knew little about his unique condition. ഇതും കറക്റ്റ് ആണ്, റെയറിൻ്റെ യൂസേജ്. സ്റ്റാൻഡിങ് ഇൻ ദ റെയർ ഓഫ് ദ ലോങ് ലൈൻ, ദ ഫാമിലി കുഡ് ബെയർലി സീ ദ എൻട്രൻസ് ടു ദ തിയേറ്റർ. ഇവിടെ റെയറിൻ്റെ യൂസേജ് തെറ്റാണ്. ദേ മൈറ്റ് ഹാവ് എന്താണ് ഉദ്ദേശിച്ചത് റെയർ എന്നായിരിക്കും, ഈ റെയർ ആയിരിക്കും. സോ ദിസ് ഇസ് റോങ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Only 1, only 2, only 3, both 1 and 2. Both 1 and 2 ആണ്. This is the answer. So this was also taken from IPMAT റോടെക് sample paper. So with this, we come to the end of the discussion session today. Hope you all liked it. നമ്മൾ ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരയ്ക്കും you have to check on value added notes and attempt topic test. See you again in another video. Thank you.